ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റൈൻ എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്വപ്നമാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ദോഹയും ഹിയോണും ലീസോരിയും ടേമിനും കൂടെ ആയിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. ആ സമയം ലീസോരി ഈ ഫ്യൂച്ചർ പോലത്തെ സംഭവമൊക്കെ പറയുന്ന കുറച്ച് കാർഡൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഹിയോങ്ങിൻ്റെ ലൈഫ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അവൾ പറയുന്നത് കണ്ടിട്ട് നിനക്കാണെങ്കിൽ രണ്ടുപേരെടുത്ത് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടെന്നാ ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് അവനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എങ്ങനെ രണ്ടുപേരെയൊക്കെ ഒരേ സമയത്ത് സ്നേഹിക്കാനൊക്കെ ചോദിക്കുമ്പോൾ ലീസോരി ഈ കാർഡൊന്നും കള്ളം പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടുപേരെന്ന് ഉദ്ദേശിച്ചത് ഒന്ന് ദോഹയും പിന്നെ അവൻ്റെ ക്രഷായിട്ടുള്ള ടീച്ചറും ആയിരിക്കും. എന്തായാലും ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു. പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഹിയോൺ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിന് ലീസോരി വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയുന്നത് അവൻ കാണാണ്. അങ്ങനെ അവളുടെ അടുത്ത് ചെന്ന് നീ എന്തിനിങ്ങനെ കരയുന്നതെന്ന് നോക്കിയവൻ പറയുന്നുണ്ട് അവൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ടായെന്ന്. അവനെന്ന് ഉദ്ദേശം മറ്റാരുമല്ല, ഹിയോണിൻ്റെ ചേട്ടനെയാണ്. ലീസോരിക്ക് ഹിയോണിൻ്റെ ചേട്ടനെയാണ് ഇഷ്ടമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഇപ്പോൾ അവൻ്റെ ചേട്ടന് ഒരു ഗേൾ ഫ്രണ്ടായി, ഇനി തനിക്കൊരു ചാൻസ് ഇല്ലയെന്നും പറഞ്ഞിട്ടാണ് അവളിരുന്ന് കരയുന്നത്. ആ സമയം ഹിയോണാണെങ്കിൽ അത് നീ ഇപ്പോഴാണോ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീസോരി നിനക്കത് ഓൾറെഡി അറിയായിരുന്നു, എന്നിട്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഹിയോണാണെങ്കിൽ എൻ്റെ ചേട്ടൻ നിന്നെ അനിയത്തിയെ പോലെ കാണുന്നത്, അവന് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ ഓ മതി നിർത്ത്, ഞാൻ ഇനി അവൻ്റെ പുറകെ പോകുന്നില്ല, സമാധാനമായില്ലേന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ പിടിച്ചു വലിച്ച് അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ദോഹേനെയാണ്. അവൻ സ്കൂളിലേക്ക് വരുന്ന ടൈമിന് അവന് വെയിറ്റ് ചെയ്തൊരു പയ്യൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ദോഹയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജുൻസോ എന്നും പറഞ്ഞിട്ടൊരു പയ്യൻ റിക്വസ്റ്റ് അയക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പയ്യനാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. അവനെ കാണുമ്പോഴത്തേക്കും ദോഹ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. എന്നാൽ ജുൻസോ ദോഹനെ തടഞ്ഞിട്ട് നിനക്ക് സുഖമല്ലേ, നീ ഇപ്പോഴും മുമ്പത്തെ പോലെ തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ, ഞാൻ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ദോഹ ചോദിക്കുന്നുണ്ട്. ആ സമയം ജുൻസോ അപ്പം നീ എൻ്റെ റിക്വസ്റ്റ് കണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് ദോഹയാണെങ്കിൽ അവനെയും പിടിച്ച് മാറ്റിയിട്ട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഹിയോണിനെയും ലീസോരിനെയും കാണിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലും അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയമാണ് ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ടീച്ചറുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ ടീച്ചർ നോക്കുമ്പോൾ ഇവള് കരയുന്ന കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണ് അത് പിന്നെ അവളുടെ ക്രഷിന് വേറെ ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലീസോരി കാര്യങ്ങളുണ്ട് മിണ്ടാതിരിക്കടാന്ന് പറയാണ്. ആ സമയം ഹിയോണ് അവൾ ഫുള്ള് കരച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ അവളെ എങ്ങനെയൊക്കെയോ സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ ടീച്ചർ ഹിയോണിൻ്റെ അടുത്ത് അങ്ങനെ വേണം, നീ ശരിക്കൊരു ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ദോഹേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ക്ലാസ്സിലേക്ക് പോവാണ്. എന്നാൽ ആ ടൈമിന് ജുൻസോ അവൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. ആ സമയം ദോഹ ഒന്ന് തിരിച്ചു പോകാനായിട്ട് പറയുമ്പോൾ ജുൻസോ അതെന്താ നീ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, ഞാനതൊക്കെ മുന്നേ വിട്ടു, ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയർ അല്ലേ സ്കൂളിൽ, അപ്പോൾ പിന്നെ അതൊക്കെ വിടുന്നേ, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ദോഹ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ ജുൻസോ ആണെങ്കിൽ എന്താ നിനക്ക് താല്പര്യമില്ലാത്ത എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് തുടങ്ങുകയാണ്. ആ ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് ഹിയോൺ വന്നിട്ട് മാറി നിൽക്കാനായിട്ട് ജുൻസോയോട് പറയുന്നുണ്ട്. ആ സമയം ജുൻസോ നീ ആരായിന്, ഇവൻ്റെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ നിനക്ക് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ദോഹേനെ വിളിച്ച് ഹിയോൺ ക്ലാസ്സിലേക്ക് ചെല്ലാണ്. ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും അതെന്തായിരുന്നു സംഭവം, ജുൻസോ എന്തെങ്കിലും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ അതൊന്നുമില്ല വിട്ട് കളയാൻ പറയുമ്പോഴത്തേക്കും കുറച്ച് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹിയോൺ ആണെങ്കിൽ അതെന്ത് വിട്ട് കളയാം, ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ദോഹ ഇപ്പോൾ പതുക്കെ സംസാരിക്കാനായിട്ട് പറയാണ്. ആ ടൈം ടീച്ചർ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഹിയോണിന് അങ്ങോട്ടേക്ക് വേറൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ ഹിയോണിൻ്റെ അടുത്ത് നിന്ന് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഈവനിങ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഹിയോൺ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ദോഹയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന രീതി തന്നെയാണ് സംസാരിക്കുന്നത്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സായ ടേമിനോട് ലീസോരിയുടെ അടുത്ത് നിങ്ങൾക്ക് ജുൻസോനെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനെ ആർക്കും അറിഞ്ഞൂടാത്ത, അവനാണെങ്കിൽ സ്കൂളിൽ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിന് ദോഹ അവൻ ഒരു ക്ലാസ്സിലായിരുന്നു, അവരിപ്പോൾ നല്ല ഫ്രണ്ട്സായിരുന്നു. എന്നാൽ പിന്നീട് അവരെന്തോ സംസാരിക്കുന്നില്ല, വഴക്കായെന്നാണ് തോന്നുന്നത്, കറക്റ്റ് കാര്യമൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹിയോണും ഓ അങ്ങനെയൊക്കെയാണല്ലേ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ ലീസോരിയുടെ അടുത്തും ടേമിൻ്റെ അടുത്തും നിങ്ങൾ പൊക്കോ, എനിക്കാണെങ്കിൽ ഹിയോണിനോട് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിയുന്നതും ദോഹയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിന്നെ ഒഴിവാക്കിയതിന് സോറി, അത് പിന്നെ ജുൻസായിട്ടുള്ള കാര്യം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഹിയോണപ്പോൾ സോറി എങ്ങനെയാണ് പറയേണ്ടതെന്ന് കുഞ്ഞിലെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, ഹഗ് ചെയ്തുകൊണ്ട് വേണം സോറി പറയാനെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹിയോൺ വിളിക്കുന്നതുകൊണ്ട് തന്നെ ദോഹ ചെന്ന് അവൻ്റെ മടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഹിയോൺ ആണെങ്കിൽ ശരിക്കും നിനക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. ആ സമയം ഹിയോൺ ശരി അത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നീ അങ്ങനെ പറയാൻ നിൽക്കണ്ട, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരും പോയി കാണുമെന്ന് വിചാരിച്ചു
സംസാരിച്ചിട്ടായിരുന്നു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയില്ലായിരുന്നോ, ഞാനാണെങ്കിൽ ഇടയിൽ കയറി ഒന്ന് ശല്യം ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ അയ്യോ ടീച്ചർ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല, അത് പിന്നെ ഇന്ന് എക്സാം വരുന്നില്ലേ, ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എക്സാം ടഫായിരുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ടീച്ചർ. അപ്പോൾ ഓ അങ്ങനെയാണോ, ശരി എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ തനിക്ക് ഓൾറെഡി ഒരു പയ്യനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ടീച്ചർ ഇപ്പോൾ അവർ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് അത് ദോഹയായിരിക്കും ഹിയോണിന് ഇഷ്ടമുള്ള പയ്യൻ എന്നിങ്ങനെ ടീച്ചർ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ദോഹയും ഹിയോണും ലീസോരിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയം ലീസോരി ആണെങ്കിൽ എനിക്ക് നിൻ്റെ ചേട്ടൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോകണം, അത് കഴിഞ്ഞ് ഞാൻ നിൻ്റെ ചേട്ടനെ മറന്നു കളയോളാം, എനിക്കല്ലാതെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ അതെങ്ങനെയാണ്, അവൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ലെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നമ്മൾ കുഞ്ഞിലെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ നീ നിൻ്റെ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ചൊരു ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തണം, എന്നിട്ട് നീയാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് പതുക്കെ അങ്ങ് ഒഴുകി മാറണം, പിന്നെ ഞാൻ നിൻ്റെ ചേട്ടനും മാത്രമല്ലേ ബാക്കി വരത്തുള്ളൂ, അതൊരു ഡേറ്റ് പോലെ ആവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്ലാൻ അനുസരിച്ച് തന്നെ അവനവൻ്റെ ചേട്ടനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴുകി മാറാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്കും ലീസോരി ആണെങ്കിൽ തിരിച്ചു വരാനായിട്ട് ദോഹയും പിന്നെ ഹിയോണും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ ലീസോരി വരുമ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു അവൾ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, അതായത് ചേട്ടൻ അവളുടെ ആ ഒരു ഇഷ്ടം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ പിന്നീട് അവർ മുതൽ ഒരിടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലീസോരി ഞാൻ എൻ്റെ ചേട്ടനോട് ഫുഡ് കഴിക്കുന്ന ടൈമിന് ചേട്ടനിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ സമയം ചേട്ടനാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് എനിക്ക് ചേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവളിരുന്ന് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ ചെന്നിരുന്നിട്ട് ഹിയോൺ പഠിക്കുന്ന ടൈമിന് അവനും ടീച്ചറിന് ഇഷ്ടമുള്ള കാര്യം ഒക്കെ അവൻ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ ഉറക്കം എഴുന്നേറ്റിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ലീസോരി അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ അത്ര എളുപ്പത്തിലൊന്നും വിട്ടു കൊടുക്കത്തില്ല, ഇനി ഞാൻ എൻ്റെ ചേട്ടൻ്റെ പുറകെ പോകുന്നു, അവളിപ്പോഴൊന്നും നിർത്തത്തില്ല എന്നറിയുമ്പോഴത്തേക്കും അവനൊന്ന് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയം ദോഹ അവന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നീ ആണെങ്കിൽ പഠിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഞാൻ ഇന്ന് കഫേയിൽ ചെന്നിരുന്ന് പഠിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവനാണെങ്കിൽ കഫേയിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ പോകുന്ന ടൈമിന് അവൻ്റെ ടീച്ചറാണെങ്കിൽ അവനെ വഴിക്ക് വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കഫേയിലേക്ക് ചെന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ ടൈമിന് അവൻ്റെ ടീച്ചർ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ ടീച്ചർ അവിടെ പോകാതെ ഡേറ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടീച്ചർ കറക്റ്റ് ഡേറ്റ് അല്ല, കല്യാണപ്രായമൊക്കെ ആയി വരെയല്ലേ, അതിൻ്റെ ഒരു ഇതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ മീറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ടീച്ചർ ആ ഏകദേശം അതുപോലെ തന്നെയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവന് സങ്കടമാവുന്നുണ്ട്, കാരണം ടീച്ചർ അവൻ്റെ ക്രഷാണല്ലോ. അതേ ടൈമിനാണ് അവൻ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്, അതായത് ലീസോരി കഴിഞ്ഞ ദിവസം വിഷമിച്ചിരുന്നെങ്കിലും ഇന്ന് രാവിലെ അവന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവളുടെ ആ ഒരു ധൈര്യവും ആത്മവിശ്വാസത്തെയൊക്കെ കുറിച്ച് അവൻ ആലോചിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടവും അവൻ തുറന്നു പറയാനങ്ങ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന്, അത് മറ്റാരുമല്ല ടീച്ചറാണെന്ന് തന്നെ പറയാണ്. അതും പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട്